നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം ഗലയിൽ ഇന്ത്യൻ ടീം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ സ്റ്റംസിൻ്റെ സമയത്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് അടിച്ചിരിക്കുകയാണ്. സെഞ്ചുറി നേടിക്കൊണ്ട് ദേവദത്ത് പടിക്കൽ സ്റ്റിൽ ക്രീസിലുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായിട്ട് പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മനോഹരമായി കളിച്ചു KL രാഹുൽ. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പിൻവാങ്ങേണ്ടി വന്നു. ഒരു സെഞ്ചുറി നമ്മൾ പ്രതീക്ഷിച്ചാണ്. നാളെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും എന്ന് തന്നെ കരുതാം. ആദ്യം കയ്യിലാണ് പ്രശ്നം തോന്നിയത്, പിന്നെ ആകെ ക്രാമ്പായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പോലും ബുദ്ധിമുട്ടി മടങ്ങിപ്പോകുന്ന കാഴ്ച വേദനാജനകമായിരുന്നു. നന്നായിട്ട് തന്നെ കളിച്ച യശസ്വി ജയ്സ്വാൾ ആദ്യ സെഷനിൽ തന്നെ ദൗർഭാഗ്യകരമാം വിധം റണ്ണൗട്ടായിരുന്നല്ലോ. നമ്മളതിനെക്കുറിച്ച് ഓൾറെഡി വിശദീകരിച്ചതുകൊണ്ട് വീണ്ടും അത് നീട്ടിപ്പരത്തി പറയുന്നില്ല. അതേസമയം മധുഷ്ക കടി കൊണ്ടു. KL രാഹുലിൻ്റെ അടി അദ്ദേഹത്തിൻ്റെ തലയിലാണ് കൊണ്ടത്. ഷോർട്ട് ഫൈൻ ലെഗിൽ നിൽക്കുന്ന സമയത്ത്, ഷോർട്ട് ലെഗിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ രൂപത്തിലൊരു അടി കൊണ്ടു. അദ്ദേഹം പിന്നെ ഗ്രൗണ്ട് വിട്ടു പോയി. ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നു. മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അദ്ദേഹം നാളെ കളിക്കാൻ ഇറങ്ങും എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ശ്രീലങ്കയുടെ ബൗളർമാരുടെ ഭാഗത്തു നിന്ന് വലിയ രൂപത്തിലുള്ള ഒരു മികവൊന്നും കണ്ടില്ല. ആകെ ഉണ്ടായിരുന്ന കെഷാര നുവാന്തയുടെ ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർക്കെതിരെ കാണിച്ച ചില മികവാണ്. അദ്ദേഹം അവിടെ നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഋഷഭ് പന്തിന് അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് മഴ പെയ്തൊരു ദിവസമാണ്. ലഞ്ചിന് ശേഷം മഴ വന്നു. പിന്നെ അവസാനം കുറച്ച് മഴയുണ്ടായിരുന്നു. അങ്ങനെ ഓവർ ചുരുക്കി 73 ഓവർ ഇന്ന് ബൗൾ ചെയ്തുള്ളൂ. പക്ഷേ 73 ഓവറിൽ 2 വിക്കറ്റിന് 288 എന്ന അതിശക്തമായ നിലയിലാണ് ടീം ഇന്ത്യ നിൽക്കുന്നത്. ഈ പിച്ചിൽ ടോസ് ലഭിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ടോസ് അനുകൂലമായിട്ട് വീണു. ബാക്കി കാര്യങ്ങൾ ഇന്ത്യൻ ബാറ്റർമാർ അങ്ങ് ഏറ്റെടുത്തു. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അതിമനോഹരമായിട്ട് മുന്നോട്ട് പോയി. അതിൽ ജയ്സ്വാളാണ് ഏറ്റവും ഭംഗിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 37 പന്തുകളിൽ നിന്ന് 32 റൺസ് അടിച്ച് നിൽക്കവേ അദ്ദേഹം റണ്ണൗട്ട് ആവുന്നൊരു കാഴ്ച. അത് KL രാഹുൽ കളിച്ചൊരു ബോളാണ്. ആ ബോള് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ശ്രീലങ്കൻ ബൗളറുടെ ആ ഒരു പ്രഷറിൽ വീണുപോയി യശസ്വി ജയ്സ്വാൾ. KL രാഹുലാണെങ്കിൽ ക്രീസ് വിട്ട് ഇപ്പുറത്തേക്ക് വന്നു. അങ്ങനെ അത് രണ്ടുപേരും ഒരേ എൻഡിലാവുന്ന സ്ഥിതി ഉണ്ടായി. അദ്ദേഹം റണ്ണൗട്ടായി. വിശദമായിട്ട് നമ്മളത് കഴിഞ്ഞ സെഷൻ അവസാനിച്ചപ്പോഴുള്ള വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇനി വിശദീകരിക്കുന്നില്ല. അതിൽ ആരുടെ ഭാഗത്താണ് പിഴവ് വന്നതെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായി പോയി. ഈ പിച്ചിൽ അത്രയും ഫ്ലുവൻ്റായിട്ട് അദ്ദേഹം കളിച്ചു വന്നതാണ്. ഒരു അർദ്ധ സെഞ്ചുറിയോ ഒക്കെ വരുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റണ്ണൗട്ട് ആകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ 47 റൺസാണ്. പിന്നെ ദേവദത്ത് പടിക്കൽ വരുന്നു. ദേവദത്ത് പടിക്കലും KL രാഹുലും ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആദ്യ സെഷൻ കഴിയുന്നു. രണ്ടാം സെഷനിലും കാര്യങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ KL രാഹുലിന് ഒടുവിൽ ഈ പറയുന്ന രൂപത്തിൽ ക്രാമ്പ് വന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. 162 പന്തിൽ 9 ഫോറും 1 സിക്സും അടക്കം 77 റൺസാണ് അദ്ദേഹം അടിച്ചത്. പക്ഷേ DDP മറുഭാഗത്ത് സെഞ്ചുറിയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയി. ഗിൽ അതിനിടയ്ക്ക് 2 മനോഹരമായിട്ടുള്ള ബൗണ്ടറികളൊക്കെ നേടിയിരുന്നു. പക്ഷേ 28 പന്തിൽ നിന്ന് 16 റൺസ് അടിച്ച് നിൽക്കവേ പ്രഭാത് ജയസൂര്യയുടെ പന്തിൽ ലാഹിരു ഉദാര പിടിച്ച് അദ്ദേഹം മടങ്ങി. 28 പന്തുകൾ 16 റൺസ്. അദ്ദേഹം മാത്രമാണ് നിരാശപ്പെടുത്തിയ ഒരു ബാറ്റർ. ആ പുറത്താകലായിട്ട് നിരാശയായത്. മറ്റ് അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ നല്ല രൂപത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഋഷഭ് പന്ത് എത്തി. പന്ത് തുടക്കത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ വിക്കറ്റ് പോകാതെ അദ്ദേഹം സൂക്ഷിച്ചു. 36 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 27 റൺസ് അടിച്ച് ഋഷഭ് പന്ത് ഇപ്പോൾ ക്രീസിലുണ്ട്. ഒപ്പം ദേവദത്ത് പടിക്കൽ അതിഗംഭീരമായ മാസ്മരികമായ ഇന്നിങ്സ്. 178 പന്തുകൾ 12 ഫോറും 1 സിക്സും അടക്കം 131 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട്. തീർച്ചയായിട്ടും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷിക്കാൻ പറ്റിയ ഒരു ദിവസമല്ല ഇന്ന്. നാളെ ഇന്ത്യ വീണ്ടും ബാറ്റിംഗ് പുനരാരംഭിച്ച് 500 മുകളിലുള്ള റൺസിലേക്കൊക്കെ പോയാൽ ശ്രീലങ്കയ്ക്ക് ശരിക്കും പണി കിട്ടും. ഈ പിച്ചിൽ ബാറ്റിങ്ങിന് പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യമുള്ള പിച്ചാണ്. നല്ലൊരു സ്കോർ നമ്മൾ പ്രതീക്ഷിക്കണം. പടുകൂറ്റൻ സ്കോർ തന്നെ പ്രതീക്ഷിക്കണം. WTCയിലെ ഈ ടെസ്റ്റ് മത്സരം വളരെ പ്രധാനമാണ്, വളരെ ക്രൂഷ്യലാണ്. ഇന്ത്യക്ക് ജയിച്ച് പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.